എനിക്ക് പ്രശ്നം എന്താണ്? എനിക്ക് എന്താ വേണ്ടി? നോമ്പറക്കുമ്പോഴൊക്കെ എന്താ വേണ്ടി? ബാങ്കൊടുക്കാൻ 6:20 ഇനിയൊരു 10-15 മിനിറ്റ് കൂടി കേട്ടാ. വിശക്കണ്ട? എത്രാമത്തെ നോമ്പായിപ്പോ? വെരി ഗുഡ്. 3ാമത്തെ നോമ്പായില്ലേ? നല്ല കുട്ടി. അപ്പൊ ഇനി ബദലിങ്ങൾ ആണ്ടിൻ്റെ അത് നോക്കാൻ വേണ്ടിട്ടാ. നല്ല നല്ല ദിവസം നോക്കി നോക്കുക. പിന്നെ 25 അങ്ങനത്തെ ദിവസം നോക്കി നോറ്റാൽ മതിട്ടാ. ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഷിംലി ടി കെ വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ ഫിനിമോൾക്ക് 3ാമത്തെ നോമ്പാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് നമ്മൾ ഫിനിമോൾ എണീറ്റിട്ടുണ്ട്. ഷിബിലിമോൻ ഉറങ്ങുന്നതന്നെ കേട്ടോ. അപ്പോൾ സമയം ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അവൾ എണീറ്റ് കളിക്കാൻ തുടങ്ങി കേട്ടോ. ഇപ്പോഴൊന്നും അവൾക്ക് കുഴപ്പമില്ല കേട്ടോ. ഒരു 11 മണിയൊക്കെ ആയി കഴിഞ്ഞാൽ തുടങ്ങും ആൾ പ്രശ്നം ഉണ്ടാക്കില്ല കേട്ടോ. പിന്നെ ഒരു 12 മണിയായിട്ട് നമ്മൾ ഷിബിലിമോനെ എണീറ്റപ്പോഴേ അവനെ നിസ്കരിച്ച് കുറച്ച് ഖുർആനൊക്കെ ഓതിയതിന് ശേഷം കടന്നായിരുന്നു. അപ്പോൾ എനിക്ക് പ്രശ്നം എന്താണ്? എനിക്ക് എന്താ വേണ്ടി? നോമ്പറക്കുമ്പോഴൊക്കെ എന്താ വേണ്ടി? പറ. മുട്ട ബജി വേണോ? പിന്നെന്താ വേണ്ടി? പറയേ. ഇനിയിപ്പോൾ നോമ്പ് മുറിക്കാൻ പറ്റൂല. നോക്ക ലോഹറ് ബാങ്ക് കൊടുത്തു കഴിഞ്ഞ് നേരം 1:30 ആയി. ഇന്നിപ്പോൾ എത്രാമത്തെ നോമ്പാ? 2 ആയിട്ടുള്ളൂ. 10 ആയിട്ടുള്ളൂ. എത്രാമത്തെ നോമ്പാ? 3 ആയില്ല. നല്ല കുട്ടിയെ അല്ലേ? എന്താണത്? കുറുമ്പോ? പാവാണ്, കൊല്ലണ്ട. പാവാണ്. എവിടെ? എന്താണ് ഇപ്പൊ നോമ്പ് കുറച്ച നേരം 1:30 ആയില്ലേ? ഇനിയിപ്പോൾ നോക്കാം കുറച്ച് കഴിഞ്ഞാൽ അസർ ബാങ്ക് കൊടുക്കും, പിന്നെ മഗ്‌രിബ് ബാങ്ക് കൊടുക്കും. എൻ്റെ മടിയിന്ന് പോ. എന്ത് ക്ഷീണോ? ഇപ്പം ഇന്നലെ പലിച്ചക്ക് ചോറുന്നില്ലേ? പുലിപ്പ് വെക്കണില്ല? വയ്യല്ല പറഞ്ഞത് മുല്ലപ്പൂ വെക്കണമെന്ന്, മുടിയൊക്കെ നേരാക്കിയിട്ട്. കണ്ടില്ലേ, ആളൊരു 10-11 മണിയായി തുടങ്ങിയാൽ വരൂട്ടോ വിശക്കണമെന്ന് പറഞ്ഞിട്ട്. അതിലും കുഴപ്പമില്ല, അങ്ങനെ പിടിച്ച് നിൽക്കും. ആ സമയത്തൊരു വെള്ളമൊക്കെ ഒരു കാളിലാണ് കേട്ടോ. അവൾ നോമ്പ് എടുത്ത് കഴിഞ്ഞാൽ തുടങ്ങും കേട്ടോ. നോമ്പ് പറക്കുമ്പോഴേക്ക് ഓരോ സാധനങ്ങൾ വേണമെന്ന് പറയില്ലേ. അപ്പോൾ പിന്നെ അവൾക്ക് ഇഷ്ടമുള്ളത് തന്നെ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും. നോമ്പാകുമ്പോൾ പിന്നെ അവളുടെ ഇഷ്ടത്തിന് നിൽക്കട്ടെ, നിവൃത്തിയുള്ളൂ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ആ 11 മണിയുടെ സമയത്തൊക്കെ ഒരു കാളലുണ്ടാവും. പിന്നെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ അങ്ങനെ തട്ടിമുട്ടി വൈകുന്നേരം ആവും. ഷിബിലിമോനുണ്ടല്ലോ, ഷിബിലിമോനുണ്ടായാൽ പിന്നെ ടൈം പാസ്സാണ് കേട്ടോ. ഓരോരോ തമാശകൾ അവനിങ്ങനെ പറഞ്ഞുകൊണ്ട് പിന്നെ അവളെ കളിപ്പിച്ചുകൊണ്ട് അങ്ങനെ നടക്കും. അവന് വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ കേട്ടോ അവൾക്ക് കൂടുതൽ പ്രശ്നം. അവനെങ്ങോട്ടെങ്കിലും പോവുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, കാക്കപ്പുഴ വരിക എന്നിട്ടോ. അങ്ങനെ നമ്മൾ ഷിബിലിമോന് 4 ദിവസം കഴിഞ്ഞിട്ട് തൈകളൊക്കെ നനച്ചിട്ടും അപ്പോൾ പിന്നെ പാത്രത്തിലേക്കൊക്കെ വെള്ളം പിടിച്ച് വെച്ചാൽ അതിൽ പ്രാവശ്യം കുറച്ച് വെള്ളം കുറവാണ് കേട്ടോ. അപ്പോൾ പിന്നെ തൈകളൊക്കെ നനയ്ക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പൈപ്പ് ഇട്ടതായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ പാത്രത്തിൽ നനച്ച് വെച്ചു. അതിനുശേഷം അവന് വേനൽക്കാലമായുള്ളതാട്ടോ. പക്ഷികൾക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി ഒരു ചെക്കിലെടുത്ത് വെക്കുക. അതിനായിട്ടൊരു ചെക്ക് എടുത്ത് വെച്ചാണ് കേട്ടോ. അതിൽ വെള്ളം കഴിയുമ്പോൾ വീണ്ടും അതിൽ തന്നെ വെള്ളം നിറച്ച് വെക്കും ചെയ്യും കേട്ടോ. അപ്പോൾ പിന്നെ അത് നല്ലോണം ക്ലീനാക്കും. അതിന് ശേഷം ഇത് പിന്നെ സൈക്കിളും അതിൻ്റെ കൂടെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട്, ഏതായാലും നനക്കല്ലേ എന്ന് പറഞ്ഞിട്ട് സൈക്കിളും ഒന്ന് വെള്ളമടിച്ചൊന്ന് കഴുകാണ് കേട്ടോ. ഇത് ഇന്നലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇന്നലെ ഇവർക്ക് 2 പേർക്ക് സ്കൂൾ ഉണ്ടായിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ SLC എക്സാം തുടങ്ങിയില്ല. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ആയതിനാൽ ഇവർക്ക് സ്കൂളിൽ ലീവായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നല്ലോ, പിന്നെ ഡോക്ടറെ അടുത്ത് പോയിട്ട്
ഡോക്ടറെ കാണിച്ച വീഡിയോ ഒക്കെ. അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണണേ. പിന്നെ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ നിങ്ങൾ ശ്രമിക്കണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കണം കേട്ടോ. പിന്നെ കമൻറ്റുകളൊക്കെ ഒന്ന് രേഖപ്പെടുത്തണേ. അങ്ങനെ അതെ നനക്കലൊക്കെ ഏകദേശം തീരുമാനമായിട്ട്. അപ്പോൾ പിന്നെ ഷിബിലിമോന് അത് ഓഫാക്കാൻ വേണ്ടി പോയി. അതിന് ശേഷം ഷിബിലിമോന് സൈക്കിൾ ഉണങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നെ വെയിലുള്ളിടത്തൊക്കെ ഇടുകയാണ് കേട്ടോ. പിന്നെ അതിന് ശേഷം ഷിബിലിമോൻ കുളിക്കാൻ പോയി. എൻ്റെ കൂടെ പിന്നെ അവനെ എണീറ്റപ്പോഴേക്കും കഴിഞ്ഞിരുന്നു കേട്ടോ എൻ്റെ ഫിനിമോളതൊക്കെ. പിന്നെ ഒരു 3 മണിക്കാട്ടോ അടുക്കളയൊക്കെ ഇറങ്ങുന്നത്. അപ്പോൾ ഫിനിമോൾക്ക് മുട്ട ബജി വേണമെന്ന് പറഞ്ഞിരുന്നില്ല. അപ്പോൾ അത് ആദ്യം തന്നെ നെയ്ച്ചേക്കുമ്പോൾ വെച്ചു. പിന്നെ ഞാൻ അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ അവൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഉടായ്പ ഒപ്പിക്കണമല്ലോ എന്നെ. അപ്പോൾ എന്നോട് ഐസും കട്ട ചോദിച്ചാട്ടോ. അപ്പോൾ ഞാനത് കൊടുത്തുനിന്ന് അതും കൊണ്ട് കളിച്ചോളല്ലോ എന്ന് വിചാരിച്ചു. അതിന് ശേഷം ഇത് കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ചിക്കൻ ആദ്യം നല്ലോണം ഒന്ന് കഴുകിയിട്ട് അതിന് ശേഷം പിന്നെ തക്കാളിയും പിന്നെ അത്യാവശ്യത്തിന് ഉള്ളിയും 2 പച്ചമുളകും പിന്നെ കിഴങ്ങൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തു. ഫിനിമോൾക്ക് ഏതായാലും നോമ്പുള്ളതല്ലേ. അപ്പോൾ പിന്നെ ഒന്ന് ഉഷാറാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അവളെ നോൽക്കണ ദിവസമല്ലേ. എന്നും അവളെ കൊണ്ട് നോമ്പ് എടുപ്പിക്കാറില്ല കേട്ടോ. സ്കൂളില്ലാത്ത ദിവസം അങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ നോക്കിയിട്ടാ നോമ്പ് എടുപ്പിക്കാറ് അവളെ കൊണ്ട്. പിന്നെ ഒന്ന് ശീലമാവും വേണ്ടേ നോറ്റിട്ട്. അങ്ങനെ ദേഹമൊക്കെ കട്ട് ചെയ്ത് എടുത്തതിൻ്റെ ശേഷം അത്യാവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ അത്യാവശ്യത്തിന് മുളക് പൊടിയും ചിക്കൻ മസാലയും പിന്നെ വലിയ ജീരകവും ഒക്കെ ഒന്ന് ഇട്ട് കൊടുത്തു. അതിനുശേഷം അത്യാവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു കേട്ടോ. പിന്നെ 2 ഏലക്കായും പട്ടിയും അതൊന്ന് ഇട്ട് കൊടുത്തു. പിന്നെ അത്യാവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തു. അതൊന്ന് ഈസിക്കുമ്പോൾ വെച്ചു കേട്ടോ. ചില സമയത്ത് ഞാൻ വഴറ്റിയിട്ട് വെക്കും കേട്ടോ. ചില സമയത്ത് പിന്നെ ഇങ്ങനെയും വെക്കും. അങ്ങനെ ഞാൻ അടുക്കളയൊക്കെ ഇറങ്ങിയപ്പോഴേക്കത് നമ്മൾ 2 കുട്ടിപ്പട്ടാളങ്ങളും എത്തിയിട്ട് അടുക്കളയിൽ. ഇത് മുട്ട ബജിക്കുള്ള മാവ് റെഡിയാക്കിയതാണ് കേട്ടോ. അത്യാവശ്യത്തിന് കടലമാവും പിന്നെ മൈദയും പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ചിക്കൻ മസാല അത്യാവശ്യത്തിന് ഉപ്പിട്ടുകൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുകയാണ് കേട്ടോ. പിന്നെ ഒരു ഇത്തിരി ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് വേണ്ട വെള്ളം ഒഴിച്ച് കൊടുത്തു കേട്ടോ. അപ്പോഴേക്കത് നമ്മളെ മാവ് നല്ലോണം റെഡി ആയിട്ടോ. പിന്നെ അതിലേക്കുള്ള മുട്ട എല്ലാവരും കൂടി ഒന്ന് തൊളിച്ച് വെക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മൾ ഫിനിമോളുടെ ക്ഷീണം കുറേ മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അടുക്കള പണിയിലേക്ക് വന്നതാണ് കേട്ടോ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പത്തിരി ഉണ്ടാക്കണ്ട അമ്മച്ചി പത്തിരി ഉണ്ടാക്കണ്ട അമ്മച്ചി അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പത്തിരി ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള പണികളൊക്കെ ആദ്യം തന്നെ കഴിച്ച് വെക്കുകയാണ് കേട്ടോ. പത്തിരി ഉണ്ടാക്കാനുള്ള ഇൻട്രസ്റ്റ് എന്താണെന്ന് അറിയാം അവൾക്ക് പത്തിരി ഉണ്ടാക്കുമ്പോൾ ആദ്യത്തെ ലാസ്റ്റത്തെ ഒരു ഉരുള കിട്ടണം കേട്ടോ. എന്നിട്ട് ആ ഉരുള കൊണ്ട് അവളെ പണി അങ്ങനെ എടുക്കും. അങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ നമ്മളെ മുട്ട ബജിക്കുള്ള ചമ്മന്തി റെഡിയാക്കിയിരുന്നു കേട്ടോ. ചമ്മന്തി എന്താണെന്ന് വെച്ചാൽ പിന്നെ കുറച്ച് ചപ്പും തേങ്ങയും പിന്നെ ചെറിയ ഉള്ളിയും പിന്നെ പച്ചമുളകും ഉപ്പും ഇട്ടിട്ടുള്ളൊരു ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചെയ്യുന്നത് പിന്നെ തേങ്ങ ഒഴിച്ച് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ അതിൽക്കാന്ന് ഇട്ട് കൊടുത്തിട്ട് ആദ്യം തന്നെ അതൊന്ന് അരച്ചെടുത്തു കേട്ടോ. ആ കൂട്ടാദ്യം നല്ലോണം അരച്ചതിന് ശേഷം ഇത് തേങ്ങ വീണ്ടും ഇട്ട് കൊടുത്തു. എന്നിട്ട് പിന്നെ നല്ലോണം അതൊന്ന് അരച്ചെടുത്തു. പിന്നെ കുറച്ച് വെല്ലുള്ളി ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുത്തിരുന്നു കേട്ടോ. അതിലേക്ക് അരച്ചെടുത്ത് നമ്മൾ ചമ്മന്തി അത് ഇട്ടെടുത്ത് പിന്നെ കുറച്ച് സുർക്കി ഒഴിച്ചു കേട്ടോ. അതിന് ശേഷം അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തു. പിന്നെ നമ്മൾ കോഴിമുട്ട ഉണ്ടല്ലോ പിഴിഞ്ഞ് വെച്ച് അത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തു കേട്ടോ. എന്നിട്ട് അതിൻ്റെ നടുവിലത്തെ മഞ്ഞ ഉണ്ണി ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് എടുത്തു കേട്ടോ. എന്നിട്ട് പിന്നെ അതൊന്ന് നല്ലോണം മിക്സ് ചെയ്യുകയാണേ. അങ്ങനെ മുട്ട ബജിക്കുള്ള ഫില്ലിങ്സൊക്കെ റെഡിയാക്കി വെച്ചു കേട്ടോ. അതിന് ശേഷം പിന്നെ കുറച്ച് വെള്ളം കലക്കി വെച്ചു. പിന്നെ ഒരു മുസമ്പി ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് കട്ട് ചെയ്തു. പിന്നെ ഒന്ന് ബത്തക്ക ഉണ്ടാക്കിയില്ല കേട്ടോ. ബത്തക്ക അവൾക്ക് ഇഷ്ടമല്ല പിന്നെ അപ്പോൾ അതെടുത്തില്ല. പിന്നെ പത്തിരി ഉണ്ടാക്കാൻ ഇന്നത്തതൊക്കെ ഒരുക്കി വെച്ചതിന് ശേഷം തുടങ്ങാമെന്ന് വെച്ചിട്ടാണ്. ഞാൻ പറഞ്ഞില്ല പത്തിരി പണി എന്താ തുടങ്ങാതെ ഇങ്ങനെ ഇടക്കിടക്ക് ചോദിച്ചുകൊണ്ട് നിൽക്കണ്ട. പിന്നെ കുറച്ച് മുന്തിരി 4 ഈത്തപ്പഴം എടുത്ത് വെച്ചു കേട്ടോ. അതൊക്കെ റെഡി ആക്കിയപ്പോഴേക്കത് ചിക്കൻ കറി നല്ലോണം വെന്തിട്ടുണ്ട് ഉഷാറായിട്ടോ. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് ചപ്പും വേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തു. കറി അങ്ങനെ ഉഷാറായി. അങ്ങനെ ആ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ചേരം ഞാൻ കിടന്നു കേട്ടോ. കാരണം വെരിക്കോസ് ഉള്ളതുകൊണ്ട് എന്നെക്കൊണ്ട് ഒന്നിച്ച് പണി പറ്റില്ല. അപ്പം ഞാൻ കടഞ്ഞിട്ട് കുറച്ച് നേരം കിടന്നു കേട്ടോ. അതിന് ശേഷം വീണ്ടും അടുക്കളയൊക്കെ ഇറങ്ങി. അതാണ് കേട്ടോ പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും നമ്മളെ ഫിനിമോൾ എത്തിയിട്ടുണ്ട് കേട്ടോ പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ലാസ്റ്റത്തെ ഉരുള മതി എന്നാണ് കേട്ടോ ഈ ഇരിക്കുന്നത്. Mamutinya bahaya sulfatin apel jati-jati ada ngapain pai ngapel ya
കിട്ടി എന്താ മറ്റേ വലിയ തന്നത് എന്ത് ആ അങ്ങനെ അതെ അവളുടെ ലാസ്റ്റത്തെ ഉരുളാവുന്നത് വരെ അവളെ പാട്ടുമായിട്ട് ഇരുന്നു കേട്ടോ. ഈ സമയമൊക്കെ ഷിബിലിമോനും ഇക്കും കൂടി പള്ളിയിൽ പോയതായിരുന്നു കേട്ടോ. പത്തിരി ഉണ്ടാക്കുമ്പോഴൊക്കെ രണ്ടാൾ വേണമല്ലേ, അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ള പണികളൊക്കെ അവിടെ കിടക്കും ചെയ്യും. ഇതിൻ്റെ കൂടെ ഒരാളുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആവും ചെയ്യല്ലോ. അപ്പോൾ ഷിബിലിമോന് പള്ളിയിൽ നിന്ന് വന്നതിന് ശേഷം കൂടെ നിൽക്കാമെന്ന് പറഞ്ഞതായിരുന്നു കേട്ടോ. കുറച്ച് പൾസ് ഞാൻ ആദ്യം തന്നെ ചെറുതായിട്ട് പരത്തി വെച്ചു കേട്ടോ ബ്രഷും. അതിന് ശേഷം ഞാൻ പിന്നെ പരത്താൻ തുടങ്ങി. അങ്ങനെ കുറച്ച് പരത്തിയപ്പോഴേക്കും ഇതേ നമ്മൾ ഷിബിലിമോന് പള്ളിയിൽ നിന്ന് വന്നു കേട്ടോ. ഇക്ക പിന്നെ പള്ളിയിൽ നിന്ന് നിസ്കാരം ഓത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ അങ്ങാടിയിലേക്ക് മീൻ വാങ്ങാനും പോയെന്ന് പറഞ്ഞു. അങ്ങനെ ഇതേ ഒരാൾ പരത്തുന്നുണ്ട്, ഒരാൾ ചെറിയ രീതിയിൽ ബ്രഷുമേലും പരത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കാല് അങ്ങനെ കടയാൻ തുടങ്ങിയിട്ട് അപ്പം പിന്നെ സ്റ്റൂളിന്മേൽ കാല് വെച്ചിട്ട് അതാണ് മുഴുവനാക്കാമെന്ന് വിചാരിച്ചു. ഫിനുമോൾക്ക് നോമ്പല്ല, അവളുടെ ആഗ്രഹമല്ലേ എന്ന് വിചാരിച്ചിട്ടാട്ടോ ഇന്ന് പത്തിരിമൊക്കെ ഒരുങ്ങിയത്. അങ്ങനെ ദേ 2 പാന് വെച്ച് ഇതാ 2 മേലും കൂടി ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് സ്പീഡിൽ പെട്ടെന്ന് പണി കഴിയല്ലോ എന്ന് വിചാരിച്ചിട്ടാ 2 മേലും കൂടി വെച്ചതാ. എന്നാൽ പിന്നെ കൂടുതൽ നിൽക്കും വേണ്ട, ഷിബിലിമോന് ചൂടാന്ന് പറഞ്ഞതായിരുന്നു കേട്ടോ. അപ്പോഴേക്ക് പിന്നെ അവൻ്റെ ഫ്രണ്ട് വന്നിട്ട് അവനെ വിളിച്ച് കൊണ്ടുപോയി. അപ്പം പിന്നെ അവനെ കിട്ടിയില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ തന്നെ ചെയ്യേണ്ടി വന്നു. പത്തിരി ഇവിടെ എല്ലാവർക്കും ഇഷ്ടം കേട്ടോ, പക്ഷേ കാലിൻ്റെ ഇങ്ങനെ ഒരു വിഷയം ഉള്ളതുകൊണ്ട് ഞാൻ അതാണ് കേട്ടോ ബേക്കിലേക്ക് നിൽക്കുന്നത്. അങ്ങനെ അതേ പത്തിരി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. അതിനുശേഷം മുട്ട ബജി ഉണ്ടാക്കാനുള്ള ചട്ടി അടുപ്പത്ത് വെച്ചു. അങ്ങനെ അത് ചൂടായ എണ്ണയിലോട്ട് മുട്ട ബജി ഇട്ട് കൊടുത്തോട്ടെ. അപ്പോൾ അത് നല്ലോണം നേരായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് മുട്ട ബജി ഉണ്ടാക്കുമ്പോൾ ഭയങ്കര പേടി കേട്ടോ. കുറേ മുന്നേ ഞാൻ ഇതുപോലെ ഉണ്ടാക്കിയപ്പോൾ പൊട്ടി തെറിച്ചു കൂട്ടാം. അപ്പോൾ കയ്യിലേക്ക് എന്നിട്ട് പൊള്ളി കയ്യുമ്മേ. അതിൻ്റെ ശേഷം മുട്ട ബജി ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടി കേട്ടോ. അതാണ് കേട്ടോ കുറച്ച് വിട്ട് നിൽക്കുന്നത്. അങ്ങനെ അതെ നമ്മുടെ ഫിനിമോളുടെ ഇഷ്ടത്തിനനുസരിച്ച് മുട്ട ബജി റെഡി ആയിട്ടോ. ഏതായാലും അവൾക്ക് നോമ്പുള്ള ദിവസമല്ലേ, അവളെ ഇഷ്ടം പോലെ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അത് റെഡിയായി. അതിനുശേഷം കൗണ്ടർ ടോപ്പൊക്കെ നിരന്ന് കിടന്നിരുന്നു കേട്ടോ. പാത്രങ്ങൾ അതൊക്കെ കഴുകി ക്ലീനാക്കി. അപ്പോഴേക്കും ഇത് 6:20 അപ്പോൾ പിന്നെ ഫ്രൂട്ട്സും പൊരിക്കടിയൊക്കെ പിന്നെ ഡൈനിങ് ഹാളിൽ കൊണ്ടുവച്ചു. ഇക്കും ഷിബിലിമോനും ഇല്ല കേട്ടോ, അവർ പള്ളിയിലാണ് കേട്ടോ നോമ്പ് തുറക്കുന്നത്. അമ്മച്ചിക്കുട്ടി എന്തൊക്കെയാണ് ഉണ്ടാക്കിയത്? അമ്മച്ചിക്കുട്ടി പലതൊക്കെ ഉണ്ടാക്കിയില്ല. ഇതാ മുട്ട ബജി ഇതാ, പിന്നെ മുസമ്പി വേണം കണ്ടില്ല, പിന്നെ ഇതാ മുന്തിരി ഇതാ, പിന്നെ ഈത്തപ്പഴമുണ്ട്, പിന്നെ നാരങ്ങ വേണമെന്നില്ല. ഇനി എന്താ വേണ്ടി? വെൽക്കം. ബാങ്ക് കൊടുക്കാൻ 6:20 ഇന്നൊരു 10-15 മിനിറ്റ് കൂടി കേട്ടോ. വിശക്കണ്ട? എത്രാമത്തെ നോമ്പായിപ്പോ? വെരി ഗുഡ്. 3ാമത്തെ നോമ്പായില്ലേ? നല്ല കുട്ടി. അപ്പൊ ഇനി ബദരിങ്ങളാണ്ടില്ല അത് നോക്കാൻ വേണ്ടിട്ടാ. നല്ല നല്ല ദിവസം നോക്കുക. പിന്നെ 25 അങ്ങനത്തെ ദിവസം നോക്കി നോറ്റാൽ മതിട്ടാ. നല്ല കുട്ടിയായില്ലപ്പോ. മുസമ്മി അക്കോ ആയിക്കോട്ടെ, ഒന്നും കുഴപ്പമൊന്നുമില്ല. നമ്മളെ ഇത് നീ തന്നെ ആക്കി വെക്കുക. പാമ്പ് കൊടുക്കുമ്പോൾ കരി ചൂടാവില്ലേ? അപ്പോൾ നീ ചൂടാവും. മുസമ്മി പിടിക്കട്ടെ. ഒരു പാമ്പ് കൊടുക്കണം വിളിച്ചു 10-15 മിനിറ്റ് കൂടിയല്ലേ? ഇരിക്കാം. അങ്ങനെ ഇത് കാത്തിരുന്ന് ബാങ്ക് കൊടുക്കാറായിട്ടാണ്. എപ്പോഴാണ് ബാങ്ക് കൊടുക്കാൻ മെച്ചിന്ന് ഇങ്ങനെ ചോദിക്കാറായിട്ടാണ്. ബാങ്ക് കൊടുക്കോളം എന്തിനു മുന്നിലിരിക്കുക എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. ബാങ്ക് കൊടുക്കുന്നവരൊക്കെ എടുത്ത് വെച്ചതിൻ്റെ ശേഷം ഈ ഇരിക്കലൊരു ഭയങ്കര റിസ്ക്കുള്ള പണിയാണല്ലേ. ബാങ്ക് കൊടുക്കുക, ആ സ്പോട്ടിൽ ഇരിക്കുക, അതിനൊക്കൂലല്ലേ. അങ്ങനെ ബാങ്ക് കൊടുക്കോളം അവൾ അവിടെ നിന്ന് എണീറ്റില്ല കേട്ടോ. ഞാൻ കൂടെ ഇരിക്കും വേണം, എന്നെ എണീക്കാൻ അയക്കണില്ല. അങ്ങനെ ബാങ്ക് കൊടുത്തു.
അങ്ങനെ അൽഹംദുലില്ലാ നമ്മുടെ ഫിനിമോളുടെ മൂന്നാമത്തെ നോമ്പ് അങ്ങനെ തട്ടിമുട്ടി മുഴുവനായിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ ഇന്നത്തെ സബ്സ്ക്രൈബും ലൈക്കൊക്കെ നമ്മുടെ ഫിനിമോൾക്ക് കൊടുക്കണേ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.